മ്യൂസിക് മൊമെന്റ്സ്, സമാശ്വാസത്തിന്റെ സംഗീത നിമിഷങ്ങൾ. രാഗമായി താളമായി എന്നുമെൻ ജീവനിൽ സ്നേഹമായി സാന്ത്വനം തന്നിടുന്നു എന്നിൽ. നീ എന്നും എന്റെ സ്വന്തം, നീയാണ് ജീവരാഗം. ഇത് സംഗീത സല്ലാപതീരം. മ്യൂസിക് മൊമെന്റ്സ്, സമാശ്വാസത്തിന്റെ സംഗീത നിമിഷങ്ങൾ. മ്യൂസിക് മൊമെന്റ്സ്, സമാശ്വാസത്തിന്റെ സംഗീത നിമിഷങ്ങൾ. ഹായ്, ഹലോ, നമസ്കാരം. റേഡിയോ രംഗഫമിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. മ്യൂസിക്കൽ മൊമെന്റ്സ് നിങ്ങൾക്കും പാടാം എന്ന പ്രോഗ്രാമിലേക്ക്. ഞാൻ RJ ജിഷാനിലാണ്. മ്യൂസിക്കൽ മൊമെന്റ്സ് നിങ്ങൾക്കും പാടാം എന്ന പ്രോഗ്രാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഓരോ ശനി ഞായർ ദിവസങ്ങളിലായി നമ്മൾ ഓരോ ഗായകരെ പരിചയപ്പെടും. അവരുടെ പാട്ടുവിശേഷങ്ങളും വീട്ടുവിശേഷങ്ങളും ഒക്കെ ആയിട്ട് കൂട്ടുകൂടി ഒരു രാത്രി നമ്മൾ പിന്നിടും. അതാണ് മ്യൂസിക്കൽ മൊമെന്റ്സ്. അപ്പൊ പാട്ടുകൾ കേൾക്കാൻ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. എല്ലാവർക്കും പാട്ടുകൾ കേൾക്കാൻ വളരെ ഇഷ്ടമാണ്. അതോടൊപ്പം തന്നെയാണ് പഴയ പഴയ പാട്ടുകൾ ആസ്വദിക്കുക, അതിനെക്കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ പഴയ പാട്ടുകൾ ചിലപ്പോ നമ്മുടെ പ്രേക്ഷകർ തന്നെ റിക്വസ്റ്റ് ചെയ്യുന്ന കാണുമ്പോൾ ഈ പാട്ടുകൾ ഉണ്ടായിരുന്നോ എന്ന് തോന്നും. അത്രയും പഴയ പാട്ടുകൾ അവരുടെ മനസ്സിലുണ്ട്. അപ്പോൾ വരുന്ന ഗായകരും അവരുടെ ഇഷ്ടഗാനങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോവുക. അപ്പൊ പാട്ട് പാടാൻ ഇഷ്ടമുള്ള, പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ള, പാട്ട് ആസ്വദിക്കുന്ന, പാട്ട് ജീവിതമായി കൊണ്ട് നടക്കുന്ന എല്ലാ സംഗീത പ്രേമികൾക്കും ഒരിക്കൽ കൂടെ മ്യൂസിക്കൽ മൊമെന്റ്സിലേക്ക് കൃത്യമായ സ്വാഗതം അറിയിക്കുകയാണ്. അപ്പൊ ഇന്ന് നമ്മളോടൊപ്പം ലൈവിൽ പങ്കുചേരാൻ പോകുന്നത് ആരാന്ന് ചോദിച്ചാൽ ആരോമൽ AR. ആരോമലാണ് ഇന്ന് നമ്മളോടൊപ്പം പങ്കുചേരാൻ പോകുന്ന. ആരോമൽ കൊട്ടാൻ വളരെ ക്യൂട്ടായിട്ട് നമ്മളോടൊപ്പം ലൈവിൽ തന്നെ വന്നിരിക്കുകയാണ്. കുറേയേറെ പാട്ടുകളൊക്കെ നമുക്ക് പാടിത്തരാൻ വേണ്ടി റെഡി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോ ആരോമലിനെ നമുക്ക് ആദ്യം തന്നെ ലൈവിലേക്ക് സ്വാഗതം ചെയ്യാം അല്ലെ. ആരോമൽ, ഒരുപാട് സ്നേഹത്തോടെ ലൈവിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഓക്കെ, ആരോമല, ഇപ്പൊ പ്രേക്ഷകരെല്ലാരും കണ്ടുകൊണ്ടിരിക്കണം. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ആദ്യം തന്നെ ഒരു ഗാനത്തോടു കൂടി തന്നെ നമുക്ക് ഒരു പ്രോഗ്രാം ആരംഭിക്കാം. അപ്പൊ ഏത് ഗാനമാണ് ആരോമല ആദ്യം ആലപിക്കാൻ പോകുന്നത്? ആദ്യമായിട്ട് ഞാൻ ഒരു ഭക്തിഗാനം ആലപിക്കും. കണ്ണനു നേദിക്കാൻ കദളിപ്പഴം കണ്ഠത്തിലണിയുവാൻ തുളസിഹാരം തൃക്കൈയിൽ കരുതുവാൻ നറുവെണ്ണയം നൽകുവാൻ ഓരോ ദിനം പരികിലെത്താൻ ഗുരുവായൂരമ്പലനടയിലെത്താൻ കണ്ണനു നേദിക്കാൻ കദളിപ്പഴം കണ്ഠത്തിലണിയുവാൻ തുളസിഹാരം തൃക്കൈയിൽ കരുതുവാൻ നറുവെണ്ണയും നൽകുവാൻ ഓരോ ദിനം പരികിലെത്താൻ ഗുരുവായൂരമ്പലനടയിലെത്താൻ ഓടക്കുഴൽ ഞാൻ നടയിൽ വയ്ക്കാം ചേലഞ്ചമയിൽ പേരും കരുതാം ഓടക്കുഴൽ ഞാൻ നടയിൽ വയ്ക്കാം ചേലഞ്ചമയിൽ പേളയും കരുതാം പീതാംബരമണിക്കാം സ്വർണ്ണ തളയും പീതാംബരമണിക്കാം സ്വർണ്ണത്തളയും തിരുവയിൽ കളഭം ഞാൻ ചാത്തിടാം കണ്ണനു വേദിക്കാം കദളിപ്പഴം
കണ്ണത്തിലണിയുവാൻ ഓക്കെ, എന്തായാലും ഒരു കണ്ണനെ നീതിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ മ്യൂസിക്കൽ മൊമെന്റ്സ് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പം ആരോമൽ എങ്ങനെയാണ് കുഞ്ഞുനാൾ മുതൽ പാട്ട് പഠിക്കുക? എത്ര വയസ്സ് മുതലാണ് പാട്ട് പഠിക്കാൻ തുടങ്ങിയത്? ഞാൻ ഒരു 8 വയസ്സായപ്പോ പാട്ട് പഠിക്കാൻ തുടങ്ങി. 8 വയസ്സ് മുതലേ. ആരാണ് ഗുരുനാഥൻ? ഫസ്റ്റൊക്കെ ഞാൻ 8 വയസ്സ് പാട്ട് പഠിച്ചെടുത്തപ്പോ വിമല ടീച്ചർ എന്ന് പറഞ്ഞ ടീച്ചറാണ് എന്നെ പഠിച്ചത്. പിന്നെ ആ ടീച്ചർക്ക് ഹാർട്ടിന് പ്രോബ്ലം ആയി. അപ്പോഴത്തേക്കും ടീച്ചർ പഠിപ്പിക്കാൻ നിർത്തി. എനിക്ക് വേറെ ടീച്ചർ ഇപ്പൊ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രജനി ടീച്ചർ എന്ന് പറഞ്ഞ ടീച്ചർ. ഓക്കെ, രചന ടീച്ചറാണ് ഇപ്പൊ പഠിപ്പിക്കുന്നത് അല്ലേ? ആ ഓക്കെ. പഠനമൊക്കെ എങ്ങനെ പോകുന്നു? ഇപ്പൊ എത്രാം ക്ലാസ്സിലേക്കാണ് ഇനി? ഇനി 6ാം ക്ലാസ്സിലാണ്. 6ാം ക്ലാസ്. ഏത് സ്കൂളിലാണ്? ജവഹർ വിദ്യാഭവൻ. ജവഹർ വിദ്യാഭവൻ. അപ്പൊ 6ാം ക്ലാസ്സിലേക്കുള്ള പഠനത്തിന്റെ ഒരു എന്താ പറയാ ആരംഭമാവുന്നതിന് മുൻപ് എന്തായാലും നമുക്ക് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റിയല്ലേ? സ്കൂളൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര തിരക്കായിരിക്കും. നമുക്ക് പ്രോഗ്രാം ഒന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, പങ്കെടുക്കാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ ഈ പ്രോഗ്രാം കാണാൻ തന്നെ സമയം കിട്ടില്ല, പഠനമൊക്കെ ആയി വരും. എന്തായാലും വെക്കേഷൻ സമയത്ത് തന്നെ ആരോമൽ എത്തിയതിന് ഒരുപാട് സന്തോഷം. ആരോമലിനെ ഒരിക്കൽ കണ്ടിട്ടുണ്ടല്ലേ നമ്മള് പ്രോഗ്രാമിൽ വെച്ച്? അതെ അതെ, തീർച്ചയായും. ഓക്കെ, അപ്പൊ ആരോമൽ നമുക്ക് പ്രേക്ഷകരെ കുറച്ച് കമന്റ്സ് പറയുന്നുണ്ട്, ഞാനതൊന്ന് വായിച്ച് കേൾപ്പിക്കാം. മണികണ്ഠൻ സാർ ഒരുപാട് സ്നേഹം, ലൈവിലേക്ക് ഹൃദ്യമായ സ്വാഗതം. സുരേഷ് കുമാർ സാർ പറഞ്ഞ റേഡിയോ രംഗ് സാരഥികൾ അനിൽ വെങ്കുളഞ്ചിക്കും ജിഷയ്ക്കും കുരുന്ന് ഗായകൻ ആരോമൽ ഉണ്ണിക്കും പ്രിയ പ്രേക്ഷകർക്കും സ്നേഹ നമസ്കാരം എന്ന് പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ സുരേഷ് കുമാർ സാർ ഇവിടെ. ഓക്കെ, മണികണ്ഠൻ സാർ ഒരുപാട് സന്തോഷം. SK മണക്കാട് എത്തിന്റെ സൂപ്പർ എന്നുണ്ട്, കീപ്പിറ്റപ്പ് എന്നുണ്ട്, ഒരുപാട് സന്തോഷം. സുരേഷ് കുമാർ സാർ ഇവിടെ പറയുന്നുണ്ട് ഭക്തിഗാനം അതിമനോഹരം, അഭിനന്ദനങ്ങൾ മോനെ. ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്, അതിനെ കുറിച്ച് പറഞ്ഞു. മോന് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഗാനം ആലപിക്കുമ്പോ മോനെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ആരോമൽ, നിനക്ക് ഇഷ്ടമുള്ള ഒരു ഗാനമാണ് ആലപിക്കാൻ പറ്റുന്നത്, ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? അടുത്തതായി ഞാൻ പാടാൻ പോകുന്ന ഗാനം കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി രചിച്ച് രവീന്ദ്രനാഥ് സംഗീതം ചെയ്ത് KJ യേശുദാസ് സാർ പാടിയ ഹിസ് ഹൈനസ് അബ്ദുള്ള നിന്നും പ്രമദവനം എന്ന ഗാനം. ഓക്കെ. പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി ശുഭസായാഹ്നം ശുഭസായാഹ്നം തിരിദീപം കളിവിരലിൽ കൈക്കൊമ്പിൽ നിറയുമ്പോൾ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി ഏതേതോ കഥയിൽ സരയുവിലൊരു ചുടുകിഴിയിൽ കാണാമായി ഞാൻ ഏതേതോ കഥയിൽ സരയുവിലൊരു ചുടുകിഴിയിൽ കാണാമായി ഞാൻ കവിയുടെ വാനരസാമൃതലഹരിയിലും നവകനക കിരീടമിതട്ടി
നന്ദവനം വീണ്ടും ഋതുരാഗം ചൂടി ഓക്കെ, അപ്പൊ ഞാൻ വിചാരിച്ചു അത് പാടാൻ എന്താ പറയാ ശബ്ദം മിസ്റ്റേക്ക് ആയിട്ട് ഇരിക്കുകയാണെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, എന്തായാലും ആരോമലിന്റെ ശബ്ദത്തിന് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബ്രേക്ക് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ആ ഒരു പാട്ട് കേൾക്കുന്നതിന്റെ ആദ്യം മുതൽ അവസാനം വരെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശബ്ദം ബ്ലോക്ക് ആകുന്നുണ്ട്. നമുക്ക് ഹെഡ്സെറ്റ് ഉണ്ടായിരുന്നേ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കേൾക്കായിരുന്നു. അപ്പൊ എന്തായാലും കുഴപ്പമില്ല, നമുക്ക് ഇങ്ങനെ അങ്ങ് തുടരാം. ഒരു ഫാസ്റ്റ് സോങ് പാടുമോ മോനെ എന്ന് നമ്മുടെ ജിജി അലക്സാണ്ടർ. ജിജി മേഡം ഒരുപാട് സ്നേഹവും സന്തോഷം അറിയിച്ച് ലൈവിലേക്ക് സ്വാഗതം. സൂപ്പർ എന്ന് പറയുന്നുണ്ട്. മണികണ്ഠൻ സാർ ലൈക്ക് ചെയ്യുന്നുണ്ട്. ക്ലാസിക്കൽ സംഗീത അതിമനോഹര അഭിനന്ദൻ എന്ന് പറയുന്നുണ്ട് നമ്മുടെ തോമസ് സാർ. SK മണക്കാട് മനോഹര എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അജയ് ചേച്ചിന്റെ ആശംസകളുണ്ട്. അജയ് ചേച്ചി സ്നേഹം, സുകുമാരൻ സാർ സ്നേഹം, നമസ്കാരം പ്രിയ സൗഹൃദങ്ങളെ, ആശംസകൾ ആരോമൽ എന്ന് പറയുന്നുണ്ട്. ഗായത്രി സജീവത്തിന്റെ ഗായത്രി മേഡം ഒരുപാട് സ്നേഹം അറിയിക്കുന്നുണ്ട്. സുരേഷ് കുമാർ സാർ പ്രമോദവന് ഒരുപാട് ഇഷ്ടമായി, പാടുവാൻ പ്രയാസമുള്ള ഈ ഗാനം ആയാസരഹിതമായിട്ട് തന്നെ പാടിയിട്ടുണ്ട് ആരോമലിന് അഭിനന്ദനം എന്ന് പറയുന്നുണ്ട് നമ്മുടെ സുരേഷ് സാർ. തീർച്ചയായും ഒരു ഫാസ്റ്റ് സോങ് പാടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ആരോമലെ അവിടെ നെറ്റ് ഇഷ്യൂ ഉണ്ടോ എന്ന് നമ്മുടെ സുരേഷ് സാർ അവിടെ ചോദിക്കുന്നുണ്ട്. അവിടെ നെറ്റ് ഇഷ്യൂ ആണോ അതോ വോയിസ് ക്ലിയർ ആയിട്ട് നമുക്ക് ഇങ്ങോട്ട് വരുന്നില്ല? എന്നാലും നമുക്ക് തുടരാൻ. പ്രേംനാഥ് കൊല്ലം പ്രേം സാർ എത്തിയിട്ടുണ്ട്. ഒത്തിരി സന്തോഷം അറിയിക്കുന്നു. അപ്പൊ ആരോമലെ ഒരു ഫാസ്റ്റ് സോങ് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ജിജി മാഡം. ഏതെങ്കിലും ഒരു ഫാസ്റ്റ് സോങ് ജിജി മാഡത്തിന് വേണ്ടി ആലപിക്കാമോ? സരസിജനയനം വന്ദേ ചിന്മയരേ ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗഭേദി മംഗളാരണം ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗഭേദി മംഗളാരണം ദ്രുതതാളം തരളമധുരമുരളിയുണരും പ്രണയഭരിത കവിതയുടെ മനസ്സു നിറയും മംഗളഹരിത മതം വരവീണരുപാടിക പദമുടിതൊഴുതി ശ്രുതി ജീവനമായി പദമനുപദമണിത മതിമുഖി മമതകിമയിൽ നടനം ചന്ദനമണി സന്ധികളുടെ നടയിൽ നടനം തുടരുക രംഗഭേദി മംഗളാരണം ദ്രുതതാളം ദ്രുതതാളം ദ്രുതതാളം. ഓക്കെ, ഒരുപാട് സന്തോഷം അറിയിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ജിജി മാഡമാണ് ചോദിച്ച ഒരു ഫാസ്റ്റ് സോങ് പാടിയിട്ടുണ്ട് ആരംഭൂട്ടൻ. ഓക്കെ, സുലേഖ എന്ന രാജൻ സുലേഖ മാഡത്തിന്റെ ആശംസകളുണ്ട്. ഒരുപാട് സന്തോഷം സ്നേഹം അറിയിക്കുന്നുണ്ട്. മോനെ ആരോമലെ പ്രമോദവനം മനോഹരമായിട്ട് പാടിയിട്ടുണ്ട് എന്ന് ഉണ്ണികൃഷ്ണൻ സാർ അവിടെ പറയുന്നുണ്ട്. സുരേഷ് കുമാർ സാർ പറയുന്നു ചന്ദനമണി നന്നായി പാടിയ അഭിനന്ദനങ്ങൾ എന്ന് സുരേഷ് കുമാർ സാർ അവിടെ പറയുന്നുണ്ട്. തീർച്ചയായും ഒരുപാട് സന്തോഷം. അപ്പൊ അടുത്തത് നമുക്ക് ഏത് ഗാനമാണ് ആലപിക്കാൻ പോകുന്നത്? അതിന് മുൻപായിട്ട് ആരോമലിന് ഏറ്റവും കൂടുതൽ ഇങ്ങനെ പഴയ പാട്ടുകളോടാണോ പുതിയ പാട്ടുകളോടാണോ കൂടുതൽ ഇഷ്ടം? പഴയ പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടം. എങ്ങനെയാണ്, ഒരുപാട് പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടല്ലേ ആരോമൽ? പല നമുക്ക് റിയാലിറ്റി ഷോസ് വരെ അല്ലെ? എങ്ങനെ ഉണ്ടായിരുന്നു ഓരോ അനുഭവങ്ങൾ, ഓരോ പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങൾ? ഫസ്റ്റ് ആയിട്ട് ഞാൻ സ്റ്റേജിൽ കയറിയപ്പോ പേടിയുണ്ടായിരുന്നു. പിന്നെ ശരിയാ. പിന്നെ ശരി. ആരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട്, അച്ഛനാണോ അമ്മയാണോ? രണ്ടുപേരും. എന്നാലും എവിടെ പോകുമ്പോഴും അച്ഛനുണ്ടാവും അല്ലേ കൂടെ? അച്ഛൻ നല്ല മാമനാണ്. ഓക്കെ, അപ്പൊ ആരോമലിനെ കുറിച്ച് പറയണേ, ആരോമല് ആള് കുഞ്ഞാണെങ്കിലും ചെറിയ ആളല്ല കേട്ടോ, ഇച്ചിരി വലിയ ആള് തന്നെയാണ്. അച്ചീവ്മെന്റ്സിനെ കുറിച്ചൊക്കെ ഞാൻ പറയാം. അതായത് മീഡിയ പ്ലസ് TV ചാനലില്, ആകാശവാണി തുടങ്ങിയ ദൃശ്യശ്രവ്യ മാധ്യമങ്ങളിലൊക്കെ പ്രോഗ്രാം ചെയ്തൊരു കുഞ്ഞു കുട്ടിയാണ് നമ്മുടെ ആരോമൽ കുട്ടൻ. സഫ്ദർ ഹാഷ്മി കലോത്സവത്തിലെ വിജയിയാണ്. കേരള ശിശുക്ഷേമ സമിതിയുടെ ശിശുദിന കലോത്സവം ലൈറ്റ് മ്യൂസിക്കിലെ വിന്നർ കൂടിയാണ്. ശൈവപ്രകാശ സഭ 2023 നടത്തിയ ക്ലാസിക്കൽ മ്യൂസിക്കിലെയും ലൈറ്റ് മ്യൂസിക്കിലെയും 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ഒരാൾ കൂടിയാണ് ആരോമല്. നാദം കേരള സ്കൂൾ കലോത്സവം 2023 കലാപ്രതിഭാ പുരസ്കാരം നേടിയിട്ടുണ്ട്.
2023 താലൂക്ക് ശലഭമേളയിൽ പങ്കെടുത്ത 4 ഇനത്തിലും A+ നേടി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ആരോമലാണ് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത്. ഗ്ലോബൽ ഫിലിം TV മ്യൂസിക് അവാർഡ് 2024 ONV കാവ്യാലാപന മത്സരത്തിലെ 1-ാം സ്ഥാനം ജേതാവ്. കലാനിധി സെന്റർ ഫോർ ഇന്ത്യൻ ആർട്സ് ആൻഡ് കൾച്ചറൽ സെന്ററിന്റെ വയലാർ ദക്ഷിണമൂർത്തി സംഗീത പ്രതിഭാ പുരസ്കാരം നേടിയിട്ടുണ്ട്. മുത്തുകൃഷ്ണപിള്ള മെമ്മോറിയൽ എൻഡോമെന്റ് മ്യൂസിക് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. കൂടാതെ ചെമ്പൈ സംഗീതോത്സവം, നിരവധി ടാലന്റ് ഷോകളിലും ഗാനമേളകളിലും പ്രോഗ്രാംസിലും സ്റ്റേജ് ഷോസിലൊക്കെ തന്റെ മികവ് അല്ലെങ്കിൽ തന്റെ കഴിവ് മികച്ച ആ ഒരു കഴിവ് തെളിയിച്ച ഒരു വ്യക്തിത്വം കൂടിയാണ്, ഒരു കുഞ്ഞു വ്യക്തിത്വം കൂടിയാണ് നമ്മുടെ ആരോമൽ കുട്ടൻ എന്ന് തന്നെ പറയാം. അപ്പോ ആരോമലിന്റെ മറ്റൊരു ഗാനം കൂടെ നമുക്ക് കേൾക്കാം. ഏത് ഗാനമാണ് ഇഷ്ടമുള്ള ഒരു ഗാനം? ഏറ്റവും ഇഷ്ടമുള്ള ഗാനം സെമി ക്ലാസിക്കലാണ്, സംഗീതമേ അമരസെല്ലാം. ഓക്കെ. ഓംകാരനാദത്തിൻ നിർവൃതി പുല്ലങ്കിയ മാനസമഞ്ജരി. ഓംകാരനാദത്തിൻ നിർവൃതി പുല്ലങ്കിയ മാനസമഞ്ജരി. മുരഹരനുണർന്നു സർഗം തുടർന്നു കലയിലെ സ്വർഗം വിടർന്നു മധുര മധുരമൃദുലതൃദയ സംഗീതമേ അമരസലാപമേ. സംഗീതമേ സംഗീത പദനി സംഗീതമേ അമരസലാപമേ. സംഗീതമേ സംഗീത പദനി സംഗീതമേ. ധപ മഗരി ധപ മസാനി ധപ ഗരി മാധുരി സാനി പദനി സംഗീതമേ. ഗരി മഗരി സനി ധമ പദനി സംഗീതമേ. ഗരി 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 സനി ഗരി ധപ ഗമ പദനി സ പദം മപ സനി ഗരി ഗനി ധ ധപനി ധ സനി രി ധ ഗരി ഗനി ധ മഗരി സനി ഗ നി ഗ മഗരി നി ധനി സനി ഗനി ധ ധനി ധപ പനി ധപ മഗ ഗമ മപ പദ ധനി നി ഗ സനി രി ഗ ഗമ രി ഗ ഗരി നി ഗ നി ഗരി ധ ഗരി ധ ഗരി രി ധ ധരി ധനി ധപ മ പനി ധ ധപ മഗ ഗ മനി ധപ മ പദനി ധരി ഗ സനി ധരി ഗരി ധനി ധ നി ധനി ധനി സനി ധ പദ ഗരി ധ ഗരി സനി ധനി ധനി രി ധ നി ധപ സനി ധ സനി ധപ മ ഗ മ പദ മ പദനി ധ പദനി ധനി ഗമ പദ ഗമ പദ പ മ പദനി മ പ ധനി ധ പദനി ധ പദ നി ധരി ഗരി ധനി സനി ധനി ധനി സനി ധ പദ പദനി ധ പദനി ധരി നി ധരി ഗ ഗരി ധനി ധരി ധനി ധ പ ഗമ പദനി സംഗീതമേ അമരസലാപമേ. സംഗീതമേ അമരസലാപമേ. അതിമനോഹര സംഗീതമേ അമരസല്ലാപമേ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം, പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇന്ന് നമുക്ക് അധികം റിക്വസ്റ്റുകൾ വേണ്ടല്ല. ഇന്ന് നമ്മുടെ ആരോമലൂട്ടന്റെ പാട്ടുകൾ നമുക്ക് ആസ്വദിക്കാം. റിക്വസ്റ്റുകൾ, നമ്മുടെ പാട്ടുകളുടെ റിക്വസ്റ്റുകളൊന്നും ഇല്ലാതെ ആരോമൽ പറയുന്ന അല്ലെങ്കിൽ ആരോമൽ പാടുന്ന പാട്ടുകളൊക്കെ ഇന്ന് നമുക്ക് ആസ്വദിക്കാം. അപ്പൊ ഇന്നത്തെ ദിവസം വെറൈറ്റി ആവട്ടെ അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് കമന്റ്സിലേക്ക് പോകുമ്പോൾ മോനെ ആരോമലെ പ്രമദവനം മനോഹരെ പാടിയെന്ന് ഉണ്ണികൃഷ്ണൻ സാപ്പറിന്റെ, ചന്ദനമണി നന്നായി പാടി അഭിനന്ദനൻ സുരേഷ് സാപ്പറിന്റെ, ജാഫർ സാദിഖ് സാറെത്തിന്റെ, നമ്മുടെ സ്വന്തം ജാഫർ സാറെത്തിന്റെ കേട്ടോ. അതാ ആരോമലെ സാഗരങ്ങളെ പാടി ഉണർത്തി ഗാനം ഒന്ന് പാടുമോ എന്ന് ചോദിക്കുന്നത്. സാഗരങ്ങളെ പാടി ഉണർത്തി എനിക്ക് അറിയില്ല. അറിയില്ലേ? ഓക്കെ, കുഴപ്പമില്ല. വേറെ ഏതെങ്കിലും നമ്മുടെ സുരേഷ് കുമാർ സാർ പറയുന്നുണ്ട്, ഏതെങ്കിലും ഒരു കീർത്തനം, ക്ലാസിക്കൽ ഏതെങ്കിലും ഒരു കീർത്തനം പാടുമോ എന്ന് സുരേഷ് കുമാർ സാർ ഇവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആരോമൽ, ഓക്കെ. ആരോമൽ ബാക്കിലോട്ട് ഇരുന്നോ, റിലാക്സ് ചെയ്ത് ബാക്കിലോട്ട് ഇരുന്നോ, ഫ്രണ്ടിലോട്ട് വരണമെന്നില്ല. അങ്ങനെ ഇരുന്നു. സമാധാനത്തോടെ ഫോണൊന്നും ചെയ്ത്, ഫോൺ അങ്ങനെ തന്നെ ഇരിക്കും. ഓക്കെ,
തകരി തകരി തദന തദന സദാ മധുരഭാഷി സദാ ബാലയ പരമേശ്വരി 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 സദാ മധുരഭാഷി ഓക്കെ, ഒരുപാട് സന്തോഷം. നമ്മുടെ സുരേഷ് കുമാർ സാറാണ് ആവശ്യപ്പെട്ട ഏതെങ്കിലും ഒരു കീർത്തനം വേണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോന് അഭിമാനം എന്ന എസ് കെ മണക്കാട് സാർ ഇവിടെ പാടുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ സാർ മോനെ എനിക്ക് ശ്രീരാഗമോ എന്ന ഗാനം പാടിത്തരുമോ എന്ന് ചോദിക്കുന്നുണ്ട് ഉണ്ണികൃഷ്ണൻ സാർ ഇവിടെ. പാടി. ഓക്കെ. ശ്രീരാഗ തേടും നീ കൊണ്ടും സ്നേഹാദ്രമായി പദം തേടും നമ്മുടെ നിന്നാനമോ മാനവോ നിന്നാനമോ പാനവോ എന്നുള്ളിൽ നീ പുലർത്തന്നില്ല ശ്രീരാമോ തേടും നീ കാവില പുൻതളികളിൽ കാട്ടായ ഓക്കെ, നിർത്തിയോ? ഓക്കെ, കുഴപ്പമില്ല. എന്തായാലും അതിമനോഹരായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. ഓക്കെ, ഒരുപാട് സന്തോഷം. ആരോമല് മുന്നോട്ട് വരാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കണേ. ബാക്കിലോട്ട് തന്നെ ഇരിക്കുക, മുന്നോട്ട് വരണ്ട. ആരോമലിനെ ഇവിടെ എല്ലാവർക്കും വ്യക്തമായിട്ട് കാണുന്നുണ്ട്. ആരോമൽ ഫ്രണ്ടിലോട്ട് വരുമ്പോ ആരോമലിന്റെ തലയൊക്കെ കട്ടാവുന്നുണ്ട്. അപ്പോ അങ്ങനെ തന്നെ ഇരിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ ഓക്കെ. ചന്ദനമണി സൂപ്പർ മോനോട്ട ആശംസകൾ, അഭിനന്ദനൻ. സുകുമാരൻ പ്രസവന സുകുമാരൻ സാർ ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, ഒരുപാട് സന്തോഷം സുകുമാരൻ സാർ. ജിജി മാഡം ഇവിടെ താങ്ക്സ് മോനെ എന്ന് പറയുന്നുണ്ട്. ഏതെങ്കിലും കീർത്തനം പാടിയിട്ടുണ്ട് സുരേഷ് സാർ? ഷൈൻ കെ എസ് സൂപ്പർ എന്ന് പറയുന്നുണ്ട്. ആരോമൽ ആള് പുലിയാണല്ലേ? അഭിനന്ദനൻ സുരേഷ് കുമാർ സാർ ഇവിടെ പറയുന്നുണ്ട്. അജയ് ചേച്ചി ഒരുപാട് സന്തോഷം. മധുസൂദനൻ സാർ കൺഗ്രാറ്റ്സ് എന്ന് പറയുന്നുണ്ട്. ഒരുപാട് സ്നേഹം അറിയിക്കുന്നുണ്ട്. ഷംസുദ്ദീൻ സാർ ആശംസ നൽകുന്നുണ്ട്. ആശ അശോക് ആശയിച്ച് ആശംസ നൽകുന്നുണ്ട്. പുലിയല്ല പുപ്പുലിയാണ് എസ് കെ മണക്കാട് സാർ ഇവിടെ പറയുന്നുണ്ട്. സ്വർഗത്തേക്കാൾ സുന്ദരമാണ് ഈ സ്വപ്നം വിടരും ഗ്രാമം എന്ന ഗാനം പാടാമോ മോനെ എന്ന് ചോദിക്കുന്നുണ്ട്. സ്വർഗത്തേക്കാൾ സുന്ദരമാണ്, അറിയാമോ? ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു ഇഷ്ടമുള്ള ഗാനം, അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് എന്നുള്ള ഗാനം അറിയാം? വേറെ ഇഷ്ടമുള്ള ഒരു ഗാനം പാടി.
മുഖപടം തെളിഞ്ഞൊഴുകി. പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിന്റെ കുളിരുപോയി ആരുമയായി കുടഞ്ഞതായി മെല്ലെ മുഖപടം തെളിഞ്ഞൊഴുകി. ഒരു മുളം തട്ടിലൂടൊഴുകി. ഇടയിൽ നിറഞ്ഞൂറി. ഒരു മുളം തട്ടിലൂടൊഴുകി. ആഴപ്പെട്ടിടാതെ ആയിരം മെല്ലെ മെല്ലെ മുഖപടം തെളിഞ്ഞൊഴുകി. ഓക്കെ, ഒരുപാട് സന്തോഷം. മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി എന്നുള്ള മനോഹരമായ ഗാനമാണ് മുമ്പേ രോമലോട്ടം പാടിയത്. ഒരുപാട് സന്തോഷം. അതിമനോഹരമായിട്ട് തന്നെ പാടുകയും ചെയ്തു. സംഗീതമേ അമരസല്ലാപമേ അതിമനോഹരം മോനെ അഭിനന്ദനം ആശംസയെന്ന് സുരേഷ് കുമാർ സാർ ഇവിടെ പറയുന്നുണ്ട്. സുരേഷ് സാർ ഒരുപാട് സന്തോഷം. വീണ ജീവനേതിന്റെ വീണാമ്മയുടെ ഒരുപാട് സന്തോഷം. ആശാശോക ആശയിച്ച് ഒരുപാട് സ്നേഹം അറിയിക്കുന്നുണ്ട്. ജാഫർ സാദിഖ് സാർ പറഞ്ഞ ആരോമൽ സ്വരങ്ങളൊക്കെ എന്ത് കറക്റ്റ് ആയിട്ട് പാടുന്നു ആശംസ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആരോമലിനോട് നമ്മുടെ ജാഫർ സാറോടെ സുരേഷ് കുമാർ സാർ അമ്പലപ്പുഴ ചോദിച്ചിട്ടുണ്ട്. അത് മോനെ അറിഞ്ഞൂടാ. ശ്രീലേഖ മാഡത്തിന്റെ സൂപ്പർ ഡിയർ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സന്തോഷമായിരുന്നു ശ്രീലേഖ മാഡം. ഓക്കെ, അഖിൽ മഹാദേവനത്തിന്റെ ഹായ് എന്നുണ്ട്. അഖിൽ സാർ ഒരുപാട് സ്നേഹവും സന്തോഷം അറിയിച്ച് ലൈവിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആൾ സോങ്സ് ആർ സൂപ്പർ മൈ ഡിയർ എന്ന് ഗായത്രി സജീവ ഇവിടെ പറഞ്ഞു. ഗായത്രി മാഡം ഒരുപാട് സന്തോഷം. സംഗീതമേ നന്നായി പാടി അഭിനന്ദനങ്ങൾ മോനെ എന്ന് ആശയിച്ച് ഇവിടെ പറയുന്നുണ്ട്. രശ്മി ജി എത്തിയിട്ടുണ്ട്. രശ്മി മാഡം ഒരുപാട് സ്നേഹത്തോടെ ലൈവിലേക്ക് സ്വാഗതം. സൂപ്പർ ഡിയർ എന്ന് പറയുന്നുണ്ട്. സരിത അനിലത്തിന്റെ സരിത മാഡം ഒരുപാട് സ്നേഹത്തോടെ ലൈവിലേക്ക് സ്വാഗതം. എസ് കെ മണക്കാട് സാർ ക്ലാസിക്കൽ സൂപ്പർ എന്ന് പറയുന്നുണ്ട്. ജയകുമാർ എസ് കെ ജയകുമാർ സാർ ഇവിടെ മോനെ നമസ്കാരം എന്ന് പറഞ്ഞിട്ട് സുരേഷ് കുമാർ സാർ ക്ലാസിക്കൽ ഹൃദയാകർഷകമായി അഭിനന്ദനം മോനെ എന്ന് പറയുന്നുണ്ട്. മധുരൻ ജീവ മൃതബിന്ദു പാടാൻ അറിയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ശംസുദ്ദീൻ സാർ അറിയാമോ ആരോമൻ? ഓക്കെ, അപ്പൊ നമുക്കത് കേൾക്കാം. മധുരം മധുരം ജീവാമൃതം മധുരം ജീവാമൃതം ഹൃദയം പാടും ലയസിന്ധു മധുരം ജീവാമൃതം സൗഗന്ധികളെ ഉണരും മുഖമാത്താത്തി കാരണം പെയ്യുമീ തനമാളിലും കഥമാളിലും സ്വപ്നവേളകളിൽ പാടാതെ നിൽക്കുമെന്റെ ദീപകം പാടും സ്നേഹരൂപകം പോലെ മധുരം ജീവാമൃതം. ഓക്കെ, ഒരുപാട് സന്തോഷം അറിയിക്കുന്നുണ്ട്. മധുരൻ ജീവ നമ്മുടെ ഷംസുദ്ദീൻ സാറാണ് ചോദിച്ചത്. ബീനേച്ചിയുടെ നമസ്കാരം എന്നുണ്ട്. ബാബുരാജ് സാർ ആരോമൽ അഭിനന്ദനം മോനെ. റേഡിയോ റിംഗിന്റെ സാരഥികൾ അനിൽ സാറിന് ജിഷ മാഡത്തിന് ആശംസ അഭിനന്ദനം. തിരക്കില വർക്കിന്റെ ഓക്കെ, കുഴപ്പമില്ല ബാബുരാജ് സാർ.
ബിന്ദു ശ്യാമളയത്തിന്റെ സൂപ്പർ എന്നുണ്ട്. ബിന്ദു മേഡം ഒരുപാട് സ്നേഹവും സന്തോഷം അറിയിക്കുന്നുണ്ട്. ജയകുമാർ സാർ പറഞ്ഞ മോനും എന്റെ മോൻ സൂരജ് മണക്കാടും ആറ്റുങ്ങൾ പൊങ്കാലയ്ക്ക് ഒരുമിച്ചുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? സൂരജ്, ഗായകൻ സൂരജ് ഏട്ടൻ ഓർമ്മയുണ്ടോ? ആരോമലെ സൂരജ് മണക്കാട് ഓർമ്മയില്ല, ആളെ കണ്ടാലേ അറിയുള്ളായിരിക്കും. സുരേഷ് കുമാർ സാർ ശ്രീരാഗമ ശ്രുതിമധുര അഭിനന്ദനം ആശംസകൾ മോനെ സുരേഷ് സാറോട് പറയേണ്ട. സൂപ്പർ മോനെ ജയകുമാർ സാർ പറഞ്ഞ മോനെ നന്നായി പാടുന്നു അഭിനന്ദനം എന്ന് ബീനേച്ചി ഇവിടെ പറയുന്നുണ്ട്. ബീനേച്ചി ഒരുപാട് സന്തോഷം. ശബ്ദ നിയന്ത്രണം ശ്രദ്ധേയം തന്നെ മോനെ എന്ന് സുലേഖ മേഡോട് പറയേണ്ടത്. തീർച്ചയായും സുരേഷ് കുമാർ സുകുമാരൻ സാർ പറഞ്ഞ സംഗീതത്തിന്റെ അത്യുംഗ ശൃംഗത്തിൽ എത്തുമെന്ന് തീർച്ച. സംഗീതത്തിന്റെ അംഗത്തട്ടിൽ പൂഴിക്കടകൾ ഉൾപ്പെടെ എല്ലാ പ്രയോഗങ്ങളും കൈകാര്യം ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്ന സുകുമാരൻ സാർ ഇവിടെ പറയുന്നുണ്ട്. സുരേഷ് കുമാർ സാർ ഒരുപാട് സ്നേഹം. ജയകുമാർ സാർ ഒത്തിരി സന്തോഷം. എസ് കെ മണക്കാട് സാർ ഒരുപാട് സ്നേഹം. ഉണ്ണി വാവാവോ ഈ പാട്ട് മോന്റെ ശബ്ദത്തിൽ സൂപ്പർ ആവോ, ആ പാട്ട് അറിയുമെങ്കിൽ ഒന്ന് പാടണം മോനെ എന്ന് ബീനേച്ചി ഇവിടെ പറഞ്ഞു. ഉണ്ണി വാവാവോ അറിയത്തില്ല, കുഴപ്പമില്ല. ഓക്കെ, ജയകുമാർ സാർ ഒരുപാട് സന്തോഷം. ഷീന മോൾ ഇവിടെ പറഞ്ഞ ഷീന മാഡം ഓസം വോയിസ് എക്സ്പെക്ടിങ് മോർ സോങ്സ് എന്ന് പറയുന്നത്. തീർച്ചയായും സുരേഷ് കുമാർ സാർ മെല്ലെ മെല്ലെ അതിമനോഹരമായി പാടിയ അഭിനന്ദനം ആശംസിക്കുന്നുണ്ട്. ബീനേച്ചി പറഞ്ഞ മോനെ ആദ്യമായിട്ട് പാടിയത് ഏത് വേദിയിലാണെന്ന് ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ആരോമലെ ആദ്യമായിട്ട് പാടിയത് ഏത് വേദിയിലാണെന്ന് ഓർമ്മയുണ്ടോ? പാടിയത്. ഓക്കെ, ദെൻ ജയകുമാർ എസ് കെ ജയകുമാർ സാർ ഒരുപാട് സന്തോഷം അറിയിക്കുന്നുണ്ട്. സുരേഷ് കുമാർ സാർ മധുരം ജീവാമൃത് ബിന്ദു മനോഹരമായി ആലപിച്ച ആരോമല്ല അഭിനന്ദനം എന്ന് പറയുന്നുണ്ട്. എസ് കെ മണക്കാട് സാർ മെല്ലെ മെല്ലെ മുഖപ്പട സൂപ്പർ എന്നുണ്ട്. സുരേഷ് കുമാർ സാർ സംഗീതത്തിന്റെ പടവുകൾ കയറുവാൻ ജഗദീശ്വര അനുഗ്രഹിക്കട്ടെ എന്ന് സുരേഷ് കുമാർ സാർ അവിടെ പറയേണ്ടത്. തീർച്ചയായും സർവേശ്വര അനുഗ്രഹിക്കട്ടെ എന്ന് തന്നെ പറയാം. അല്ലാതെ സുകുമാരൻ സാറുടെ വേറൊരു കമന്റ് ഉണ്ടായിരുന്നു. അതായത് സംഗീതത്തിന്റെ അത്യുംഗ ശൃംഗത്തിൽ എത്തുമെന്ന് തീർച്ച. സംഗീതത്തിന്റെ അംഗത്തട്ടിൽ പൂഴിക്കടകൾ ഉൾപ്പെടെ എല്ലാ പ്രയോഗങ്ങളും കൈകാര്യം ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നുണ്ട് നമ്മുടെ സുകുമാരൻ പ്രസന്ന സുകുമാരൻ സാർ. തീർച്ചയായും നല്ല വാക്കുകൾ ഹൃദയത്തോട് ചേർക്കുകയാണ് അവൻ. ഓക്കെ, അപ്പോ ആരോമല അടുത്ത ഏത് ഗാനാണ് ആരംഭിക്കാൻ പോകുന്നത്? അടുത്തതായിട്ട് തൂമഞ്ഞിൻ നെഞ്ചിലൊന്ന് സാന്ത്വനമായി ആലോലം കാറ്റും സന്ധ്യാരാഗവും തീരവും വേളയിൽ എന്തിനെന്നും കടം ആരാമപ്പന്തലിൽ വീണുപോയ മധുരമില്ലാതെ സാന്ത്വനമായി ആരോരം കാറ്റും സന്ധ്യാരാഗവും വേർപിരിയും വേളയിൽ സാന്ത്വനമായി ആലോലം കാറ്റും. ഓക്കെ, വളരെ മനോഹരമായിട്ട് ആലപിക്കുകയാണ് ചെയ്തു പൂമഞ്ഞിൻ എന്നുള്ള
തൂമഞ്ഞിൽ നിന്നുള്ള ആ ഒരു ഗാനം മനോഹരമായിട്ട് ആലപിച്ച് ഒരുപാട് സന്തോഷം അറിയിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ കമന്റ്സിലേക്ക് പോകുമ്പോ സൂപ്പർ എന്ന അഭിമന്യു സിൻസ്വത്തിന്റെ ഒരുപാട് സന്തോഷം. സൂപ്പർ മോനെ എന്ന് ജയകുമാർ സാർ അവിടെ ഉണ്ട്. തൂമഞ്ഞിൽ നന്നായി പാടിയെന്ന് സുരേഷ് കുമാർ സാർ അവിടെ പറയുന്നുണ്ട്. സംഗീതത്തിന്റെ പടവുകൾ കയറാൻ സംഗീതത്തിന്റെ പടവുകൾ കയറാൻ ജഗദീശ്വര അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. സുലേഖ മാഡം മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തിയെന്നത് മോൻ അറിയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി എന്നുള്ള ഗാനം അറിയില്ല. ഓക്കെ, കുഴപ്പമില്ല. എന്തായാലും ഇന്ന് നമുക്ക് എന്തായാലും ആരോമലിന്റെ ഇഷ്ട ഗാനങ്ങൾ നമുക്ക് കേൾക്കാം. സുരേഷ് കുമാർ സാർ പണ്ട് മൈക്ക് അടുത്ത് പിടിച്ച് പാടും മോനെ ശരിക്കും കേൾക്കുന്നില്ല എന്നുള്ളത്. അതെന്താന്ന് വെച്ചാൽ ആരോമൽ ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്ക് മൈക്കിലൂടെ ആ ഒരു വോയിസ് കിട്ടാനുള്ള ഒരു വഴിയില്ല. അതുകൊണ്ടാണ് ഇത്രയും ശബ്ദം നമുക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാത്തതും. മാത്രമല്ല നെറ്റ്വർക്ക് ഇഷ്യൂസ് ആയിരിക്കും, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വോയിസ് കട്ടാവുന്നുണ്ട്. ഓക്കെ, അടുത്ത ഏത് ഗാനമാണ് ആരോമലെ ആലപിക്കാൻ പോകുന്നത്? ആയിരം പാദസരങ്ങൾ. ഓക്കെ. ആയിരം പാദസരങ്ങൾ ആരും കാണാതെയോളവും ആരും ആയിരം പാദസരങ്ങൾ തീരും ഈ കുളക്കാറ്റും ഈ പണം കുളക്കാറ്റും ഈ പണം മലയാളി ആരും ഒന്ന് ആയിരം പാദസരങ്ങൾ ആരും കാണാതെയോളം തീരവും ആയിരം പാദസരങ്ങൾ ഒക്കെ ആയിരം പാദസരങ്ങൾ അതിമനോഹരമായിട്ട് തന്നെ പാടിയിട്ടുണ്ട് ആരോമലെ. ഒത്തിരി സന്തോഷം അറിയിക്കുന്നുണ്ട്. അറിയപ്പെടുന്ന ഗായകനായി വളർന്ന് വരട്ടെ എന്ന് ആശംസിക്കുന്നുണ്ട് നമ്മുടെ ബീനേച്ചി. ഒരുപാട് സന്തോഷം. ഇപ്പോഴത്തെ പുതിയ പാട്ടുകളിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ് ആരോമലിന്? ഇപ്പോഴത്തെ ട്രെൻഡായി നിൽക്കുന്ന കുറേയേറെ പാട്ടുകളുണ്ട്. ഒന്ന് കേട്ടാലോ? ഒന്ന് പാടിക്കോ. താരമരികെ ചിരിയെ പാറിയുയരാൻ ചിറകിലറിയാൻ മനസ്സിലൂടെ താരെ മാറിയെന്നോ നിന്റെ ഓർമ്മയാരേ നൂറു പൊക്കിനാവിന്ദിതാ പിന്നെ നീ തുകൾ പോലെ കാറ്റിൽ വന്നെ നെഞ്ചിൽ തൊട്ടില്ലേ ജീവിതം നീരവിരവേ നിലവിരവേ താരമരികെ ചിരിയെ പാരാൻ ചിറകിലയാൻ വരുന്നരും മനസ്സിൽ ഓക്കെ, എന്നാലും മനോഹരമായിട്ട് തന്നെ പാടി. നീല നിലവേ എന്നുള്ള ഒരു ഗാനം സൂപ്പർ. ആരോമൽ എന്ന് നമ്മുടെ ലയ വർഗീസ്, ലയ മാഡത്തിന്റെ ഒരുപാട് സന്തോഷം. മോനെ ഒരു ലളിത ഗാനം പാടുമോ എന്ന് SK സാറോട് പറഞ്ഞ ജയകുമാർ സാർ. അജി ചേച്ചിയുടെ
ലൈക്ക് ചെയ്യുന്നുണ്ട്. ഒരുപാട് സന്തോഷം അറിയിക്കുന്നുണ്ട്. നീല നിലാവെ സൂപ്പർ എന്ന് ജയകുമാർ സാർ പറയുന്നുണ്ട്. ആശേച്ചി ഇവിടെ ഫ്ലവർ ഒക്കെ സമ്മാനിക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷം. 1000 പാദസരങ്ങൾ കഴിഞ്ഞ് മനോഹരമായി പാടിയ ജാഫർ സാർ പറയുന്നു 1000 പാദസരങ്ങൾ മനോഹരമായി പാടി അഭിനന്ദനം മോനെ എന്ന് ആശേച്ചി പറയുന്നുണ്ട്. 1000 പാദസരങ്ങൾ അതിമനോഹരമായി പാടി. അഭിനന്ദനം മോനെ എന്ന് സുരേഷ് സാറോട് പറഞ്ഞ് അറിയപ്പെടുന്ന ഗായകനായി വളർന്നു വരട്ടെ എന്ന് നമ്മുടെ വിനയിച്ച് ആശംസിക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷം. മൂവന്തിയാം പകലിൽ രാവിൻ വിരസ്പർശം എന്നുള്ള ഗാനം പാടാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. അതറിയില്ല, അതിന് പകരം ഒരു ലൈറ്റ് മ്യൂസിക്. ഓക്കെ, ലൈറ്റ് മ്യൂസിക്. പ്രപഞ്ചമാനസ വീണയിലുണർ വിളിക്കുന്നു വിശ്വപ്രേമം വിളിക്കുന്നു കിളികളെ നീണ കിളികളെ തീരത്തിരുന്നു ചിറകുരുമേ ഉല്ലസിക്കാൻ പ്രേമം വിശ്വപ്രേമം ഓക്കെ, ഒരുപാട് സന്തോഷം. ഘനശ്യാമ സന്ധ്യ ഹൃദയം പാടുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത് SK ജയകുമാർ സാറിന്റെ. കേട്ടോ ആരോമലെ? ഓക്കെ, കുഴപ്പമില്ല. നീല നിലാവെ നന്നായി പാടിയെന്ന് സുരേഷ് കുമാർ സാറോട് പറഞ്ഞത് തീർച്ചയായും ഒരുപാട് സന്തോഷം അറിയിക്കുന്നുണ്ട്. അപ്പം ആരോമല അടുത്ത ഏത് ഗാനമാണ് ആലപിക്കാൻ പോകുന്നത്? അടുത്തത് ഒരു പഴയ ഗാനമാണ്, ദേവലോകരഥം. ദേവലോകരഥവുമായി തെന്നലെ 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 തേടി വന്നതാരിണി തെന്നലെ ദേവലോകരഥവുമായി തെന്നലെ 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 തേടി വന്നതാരിണി തെന്നലെ തെന്നലെ നാലുമണി നീലവനം പൊന്നണിഞ്ഞ നീലവനം പൊന്നണിഞ്ഞ പൂമണവും കുളിരും പൂമണം കുളിരും കൊണ്ടുവന്നു തെന്നലെ 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 തേടി വന്നതാരിണി തെന്നലെ ഒക്കെ ആരാമല ഒരുപാട് സന്തോഷം അറിയിക്കുന്നുണ്ട്. നല്ലൊരു ഗാനം നമുക്ക് ആസ്വദിക്കാൻ സാധിച്ചു. ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു വോയിസിന്റെ ഒരു പ്രശ്നമുണ്ട് എന്ന് ഒഴിച്ചാൽ അതിമനോഹരമായിട്ട് ആരോമൽ പാടുന്നുണ്ട്. ഓക്കെ, പ്രപഞ്ചമാനസ വീണയിൽ മനോഹരം സൂപ്പർ എന്ന് പറയുന്നുണ്ട് നമ്മുടെ ജയകുമാർ സാർ. ഇവിടെ ദേവലോക ശ്രുതിമധുര അഭിനന്ദനം മോനെ നമ്മുടെ
സുരേഷ് കുമാർ സാർ അവിടെ പറയുന്നുണ്ട്. ഒക്കെ ഒരുപാട് സന്തോഷം. കമന്റ്സ് രേഖപ്പെടുത്തുന്ന എല്ലാവർക്കും ഒരുപാട് സ്നേഹവും സന്തോഷം അറിയിക്കുന്നുണ്ട്. നല്ല നല്ല പാട്ടുകൾ കേൾക്കുവാൻ ഇന്ന് സാധിച്ചു. പ്രത്യേകിച്ച് ആരോമലിന്റെ ലിസ്റ്റിലുള്ള അല്ലെ കുറേയേറെ പഴയ പാട്ടുകൾ തന്നെയാണ്. അപ്പൊ ആരോമലെ അടുത്തതായിട്ട് ഏതാണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ആലപിക്കാൻ പോകുന്നത്? അടുത്തതായി നീലജലാശയത്തിൽ ജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂങ്കുളത്തിൽ ജലാശയത്തിൽ ഹൃദയം പൂവിതയായി ഹംസങ്ങൾ സ്വപ്നങ്ങളായി ആയിരം നീയൊരു താമരയായി നീലത്താമരയായി നീലജലാശയത്തിൽ. ഒക്കെ ഒരുപാട് സന്തോഷം അറിയിക്കുന്നുണ്ട്. ഇപ്പൊ എന്തായാലും നീല ജലാശയത്തിൽ എന്നുള്ളൊരു ഗാനം, അതിമനോഹരമായ ഗാനം നമുക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞു. ദേവലോക രഥവുമായി സൂപ്പർ എന്ന് നമ്മുടെ SK മണക്കാട് സാർ ഇവിടെ പറയുന്നുണ്ട്. തീർച്ചയായും ജയകുമാർ സാർ ഒരുപാട് സ്നേഹവും സന്തോഷം അറിയിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും ഒരുപാട് സന്തോഷം. അപ്പം ആരോമല അടുത്ത ഏത് ഗാനമാണ് ആലപിക്കാൻ പോകുന്നത്? അടുത്ത ഹരിമുരളീകരണം. ഓക്കെ. ഹരിതവൃന്ദാവ പ്രണയ ഹരിമുരളീരവം ഹരിമുരളീരവം മധുമൊഴിരാതെ നിന്നെ തേടി മധുമൊഴിരാതെ നിന്നെ തേടി പാഠവജന്മം അറിയുകയായി അവനീ ഹൃദയം തുല്യം മൗനം നിൻസ്വരമണ്ഡകടയിലുള്ള ഒരു പൊന്തരിയായി സ്വയം ഒരു പുകയല്ലോ നിൻ പ്രിയനത്തരവടിയിലുള്ള മൺതരിയായി സ്വയം ഒരു പുകയല്ലോ സരി ഗരി ഗമ സരി രി ഗമ ദാവ 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 പാത്ര പദ നീ മാവത ബാദരി ദം തനി ഹരി മാഗരി സനി സരി ഗസ മാഗരി സനി സരി ഗസ മാഗരി സനി സരി ഗസ ഹരിത വൃന്ദാവനം
പ്രണയ സുധാമയമോഹന കേരള അതിമനോഹരമായിട്ട് പാടി, ഒന്നും പറയാനില്ല. പക്ഷെ നമുക്ക് ഈ ശബ്ദത്തിന്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. മോന് ഹെഡ്സെറ്റും ഇല്ലാതെ ആയിപ്പോയി എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. അന്നായ അതിമനോഹരമായിട്ട് തന്നെ ഗാനം ആലപിച്ചു എന്നാണ് പറഞ്ഞത്. ഒത്തിരി സന്തോഷാരൊക്കെ ആരോമലെ. ഓക്കെ, ജലാശയത്തിൽ അതിമനോഹരം, പക്ഷെ ശബ്ദം മുറിഞ്ഞു പോകുന്നു, വോളിയം തീരെ കുറവാണ്. അഭിനന്ദൻ എന്ന് പറഞ്ഞത് സുരേഷ് കുമാർ സാറോടെ. നീല ജലാശയത്തിൽ ഹംസങ്ങൾ നീരാടുന്ന പേരായി പാടി അഭിനന്ദൻ ആരോമലെ എന്ന് ജാഫർ സാർ പറയുന്നുണ്ട്. ഒരുപാട് സന്തോഷം അറിയിക്കുന്നുണ്ട്. മൈക്ക് ഉപയോഗിച്ച് പാടൂ, കുറച്ചുകൂടി സൗണ്ട് കിട്ടും, നന്നായി പാടുന്നുണ്ട് എന്നുണ്ട്. അതാണ്, പക്ഷെ അതില്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു വോയിസ് ക്ലാരിറ്റി ഇല്ലാത്ത. ജയകുമാർ സാർ ഒത്തിരി സന്തോഷം. സുരേഷ് കുമാർ സാർ പണ്ട് ഹരിമുരളീരവം പാടുവാൻ പ്രയാസമുള്ള ഈ ഗാനവും മുൻ അനായാസം പാടിയ അഭിനന്ദനം ആശംസകൾ. പാട്ട് മുഴുവൻ കേൾക്കുന്നില്ല എന്ന് സുരേഷ് സാറോട് പണ്ടതാണ്. ഇടയ്ക്കിടയ്ക്ക് അത് പാട്ട് വിട്ടുപോകുന്നു, അതുകൊണ്ടാണ്. ഓക്കെ, എന്തായാലും ഒരുപാട് സന്തോഷം. സ്നേഹ അറിയേണ്ട മോന്റെ പാട്ട് കേൾക്കാൻ കഴിയുന്നില്ല, നന്നായി പാടുന്നു, പക്ഷെ ഞങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് വിട്ടുവിട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അതിമനോഹരമായിട്ട് ആരോമൽ പാടുന്നുണ്ട് എന്ന് തന്നെ പറയാം. ആരോമലെ, അടുത്തതായിട്ട് ഏത് ഗാനമാണ് ആലപിക്കാൻ പോകുന്നത്? അടുത്തതായിട്ട് നക്ഷത്രദീപം. ഓക്കെ, നക്ഷത്രദീപങ്ങൾ തിളങ്ങി, നക്ഷത്രദീപങ്ങൾ തിളങ്ങി, നവരാത്രി മണ്ഡപമൊരുങ്ങി, നക്ഷത്രദീപങ്ങൾ തിളങ്ങി, നവരാത്രി മണ്ഡപമൊരുങ്ങി, രാജധാനി വീണ്ടും സ്വാഗതരുമാണ്, രാഗസുധാസാഗരത്തിൽ നീരാടി, നക്ഷത്രദീപങ്ങൾ തിളങ്ങി, നവരാത്രി മണ്ഡപമൊരുങ്ങി, ആറാട്ടും കടലിലും ആനന്ദത്തിലും ആസ്വാദകലക്ഷ്യം നിറഞ്ഞു നിന്നു, ആറാട്ടും കടലിലും ആനന്ദത്തിലും ആസ്വാദകലക്ഷ്യം നിറഞ്ഞു നിന്നു, സതിരു തുടങ്ങി, സതിരു തുടങ്ങി, സംഗീതലഹരിയിൽ സദസ്യ നിശ്ചലരായി, നക്ഷത്രദീപങ്ങൾ തിളങ്ങി, നവരാത്രി മണ്ഡപമൊരുങ്ങി. ഒരുപാട് സന്തോഷം അറിയിക്കുന്നുണ്ട്. മോൻ നന്നായി പാടുന്നുണ്ട്, എങ്കിലും ശബ്ദം മുറിഞ്ഞു പോകുന്നുണ്ട്, വോളിയം തീരെ കുറവാണ്. അഭിനന്ദനങ്ങൾ മോനെ എന്ന് സുരേഷ് കുമാർ സാർ അവിടെ പറയുന്നുണ്ട്. ഓക്കെ, ജാഫർ സാർ, നക്ഷത്രദീപങ്ങൾ തിളങ്ങിയ ആരോമലിന്റെ ശബ്ദത്തിൽ തിളക്കം കൂടി എന്ന് ജാഫർ സാറോട് പറഞ്ഞത്. തീർച്ചയായും ജിതാമ്മയുടെ ആശംസകൾ നൽകുന്നത്. ജിതാമ്മയുടെ ഒരുപാട് സ്നേഹവും സന്തോഷം അറിയിച്ച് ലൈവിലേക്ക് ഹൃദ്യമായ സ്വാഗതം അറിയിക്കുന്നുണ്ട്, ഒപ്പം സന്തോഷം അറിയിക്കുന്നുണ്ട്. ദെൻ നമ്മുടെ സുരേഷ് കുമാർ സാർ പറഞ്ഞ നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി എന്ന ഈ ഗാനം മണ്ണൂർ ഉണ്ണി പാടിയതാണ്. മോനത് നന്നായി പാടിയിട്ടുണ്ട്, അഭിനന്ദനം മോനെ എന്ന് നമ്മുടെ സുരേഷ് കുമാർ സാറോട് പറയുന്നുണ്ട് കേട്ടോ ആരോമൽ. ഒക്കെ ഒരുപാട് സ്നേഹവും സന്തോഷം അറിയിക്കുന്നുണ്ട്. ഇത്രയും മനോഹരമായി പാടാൻ സാധിക്കും. പക്ഷെ നമുക്ക് ഈ ഒരു മൈക്കിന്റെ പ്രോബ്ലം കാരണം ആരോമലിന്റെ പാട്ട് ഇടയ്ക്കൊക്കെ നമുക്ക് വിട്ടുപോകുന്നുണ്ട് എന്നതൊഴിച്ചാൽ അതിമനോഹരമായിട്ട് തന്നെ പാടുന്നുണ്ട്. അപ്പം ആരോമലെ, നമുക്ക് അടുത്ത ഏത് ഗാനമാണ്? നമ്മുടെ പ്രോഗ്രാം അതിന്റെ പേരിന്റെ സമയം കൂടെ ആയിട്ടുണ്ട്. അപ്പൊ ഏത് ഗാനമാണ് ആരോമൽ ആരംഭിക്കാൻ പോകുന്നത്? ചന്ദ്രകളഭം ചാർത്തിയത്. ചന്ദ്രകളഭം
കൂടി എനിക്കിനിയൊരു ജന്മം കൂടി. ഒക്കെ ഒരുപാട് സന്തോഷം അറിയിക്കുന്നുണ്ട് ആരോമലോട്ട. സുകുമാരൻ സപ്പറിന്റെ നക്ഷത്ര ദീപങ്ങൾ അതിമനോഹരമായി. ഇത്തരം ഗാനങ്ങൾ എന്നെന്നും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. അഭിനന്ദനങ്ങൾ, ആശംസകൾ മോനെ എന്ന് നമ്മുടെ സുകുമാരൻ പ്രസൂന സുകുമാരൻ സാർ ഇവിടെ പറയുന്നുണ്ട് ആരോമലിനോട്. അതിമനോഹരമായിട്ട് പാടിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഒത്തിരി സന്തോഷം അറിയിക്കുന്നുണ്ട്. അപ്പൊ ആരോമലെ ചന്ദ്രകളപ്പ അതിമനോഹരം മോനെ അഭിനന്ദനം ആശംസയും സുരേഷ് സാർ പറഞ്ഞു. അപ്പൊ നമ്മൾ കൂടുതൽ മലയാളം പാട്ടുകളാണ് പാടി. ഒരു തമിഴ് പാട്ട് ഏതെങ്കിലും ഒരു പാട്ട് പാടിയാലോ? ഹിന്ദി പാട്ട് പാടി. ഹിന്ദി, ഓക്കെ. सावन पागल फिर भी मेरा मन प्यासा, फिर भी मेरा मन प्यास, मेरे सावन पागल फिर भी मेरा मन प्यासा, मेरा मन प्यासा. ഓക്കെ, ഒരുപാട് സന്തോഷം. തമിഴ് പാട്ടുകൾ അധികം പാടാറില്ലേ ആരോമൽ? ഒന്നോ രണ്ടോ പാട്ടേ പഠിച്ചിട്ടുള്ളൂ. അതെ, ഏതെങ്കിലും ഒരു പാട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പാടിയാലോ? ഒരേ നാൾ ഒരേ നാൾ നിലാവിൽ பார்த்தது குலாபம் உன்னிளமைதான் ஊஞ்சலாடுது. ஒரே நாள் நிலாவில் பார்த்தது குலாபம் உன்னிளமைதான் ஊஞ்சலாடுது. ഓക്കെ, അപ്പൊ എന്തായാലും ഒരു തമിഴ് ഗാനവും കൂടെ നമുക്ക് ആസ്വദിക്കാൻ സാധിച്ചു. ഒരുപാട് സന്തോഷവും സ്നേഹം അറിയിക്കുന്നുണ്ട് ആരോമല. ഇത്രയും നേരം നിന്ന് മനോഹരമായിട്ടുള്ള കുറേയേറെ പഴയ പാട്ടുകൾ, പ്രത്യേകിച്ച് നമ്മുടെ റേഡിയോ രംഗിന്റെ എല്ലാ പ്രേക്ഷകർക്കും പഴയ പാട്ടുകളാണ് കൂടുതലായിട്ട് കേൾക്കാൻ ഇഷ്ടമുള്ളത്. അപ്പൊ അവരുടെ മനസ്സറിഞ്ഞുകൊണ്ട് ഇന്ന് ആരോമൽ പാടിയ എല്ലാ പാട്ടുകളും അവർക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ കൂടിയായിരുന്നു. അപ്പോ വളരെ സന്തോഷം. ഇത്രയും ഗാനങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ആലപിച്ചു പോയതിനും മാത്രമല്ല അവർ റിക്വസ്റ്റ് ചെയ്ത പല ഗാനങ്ങളും ആരോമൽ ആലപിക്കുകയും ചെയ്തു. ഒരുപാട് സ്നേഹവും സന്തോഷം അറിയിച്ചുകൊണ്ട് ആരോമലിന് എല്ലാവിധ ആശംസകളും. ഇതുപോലെ ഇടയ്ക്കൊക്കെ ഫ്രീ ആകുമ്പോൾ നമ്മുടെ റേഡിയോ രംഗഫമിൽ വന്നിട്ട് കുറേയേറെ പാട്ടുകളൊക്കെ ആയിട്ട് നമ്മുടെ കൂടെ കൂട്ടുകൂടുക എന്ന് പറഞ്ഞുകൊണ്ട് ആരോമല എങ്ങനെ ഉണ്ടായിരുന്നു? ആദ്യമായിട്ട് നമ്മുടെ ലൈവിൽ ആദ്യമായിട്ട് കയറുന്ന ഒരു ടെൻഷൻ ഉണ്ട്. ഇനി നമുക്ക് ലൈവിലേക്ക് വരുമ്പോൾ ധൈര്യമായിട്ട് വരാം. എങ്ങനെ ഉണ്ടായിരുന്നു ആരോമൽ? ആ ടെൻഷനൊക്കെ മാറിയില്ലേ? കേറുന്ന സമയത്ത് ഉണ്ടായിരുന്ന ടെൻഷനൊക്കെ പോയില്ലേ? പക്ഷേ ഇനി വരുമ്പോ കുറച്ചുകൂടെ നല്ല മിടുക്കോടുകൂടി നല്ല ഉഷാറോടുകൂടി ഒരു ടെൻഷനും ഇല്ലാതെ ആരോമൽ ഇരിക്കുന്നതായിരിക്കും അല്ലേ ആരോമൽ? തീർച്ചയായും. അപ്പൊ ആരോമലിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നമ്മുടെ പ്രേക്ഷകരോട് പറയണ്ടേ, ഒരുപാട് പേര് ആരോമലിനെ ഇവിടെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ ഒരു നന്ദി പറയണ്ടേ? എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ പ്രേക്ഷകർക്കും നന്ദി അറിയിച്ചുകൊള്ളുന്നു. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് ഈ റേഡിയോ രംഗിന്റെ ഈ പ്രോഗ്രാമിൽ പാടാൻ ആന്റിക്ക് മനോരഞ്ജനും ഒരു പ്രത്യേക നന്ദി അറിയിച്ചു. ആരോമലോട്ടെ ഒരുപാട് സ്നേഹം അറിയിക്കുന്നുണ്ട്. അപ്പൊ ഇനിയും നമുക്ക് പാടാൻ അവസരമുള്ള സമയത്തൊക്കെ വരിക, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നല്ല നല്ല ഗാനങ്ങളൊക്കെ ആലപിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആരോമലിന്റെ പഠനത്തിലും സംഗീത വഴികളിലും എന്നും ഉയർച്ചകൾ മാത്രം ഉണ്ടാകട്ടെ, നന്മകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നുണ്ട് സുരേഷ് കുമാർ സാറ്. തമിഴ് ഗാനം അതിമനോഹരമായ അഭിനന്ദനം മോനെ എന്ന സുരേഷ് കുമാർ സാർ പറഞ്ഞിട്ട് ഷംസുദ്ദീൻ സാർ എല്ലാ ഗാനങ്ങളും മനോഹരമായി പാടിയ ആരോമലിന് സംഗീത വഴിയിൽ ഉയരങ്ങളിലെത്താൻ കഴിയട്ടെ, ആശംസകൾ അഭിനന്ദനം എന്ന് നമ്മുടെ ഷംസുദ്ദീൻ സാർ പറയുന്നു. അപ്പൊ തീർച്ചയായും ആരോമലിന് എല്ലാവിധ ആശംസകളും റേഡിയോ രംഗഫമിന്റെ പേരിലും മീഡിയ രംഗ് ചാനലിന്റെ പേരിലും ലോകമെമ്പാടുമുള്ള എല്ലാ മാന്യ പ്രേക്ഷകരുടെ പേരിലും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം, ശുഭരാത്രി. തീർച്ചയായും റേഡിയോ രംഗഫമിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ശുഭരാത്രി, സുഖനിദ്ര.